വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകി തരുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ഈ സങ്കീർത്തനം ദാവീദ് രചിച്ച സങ്കീർത്തനമെന്ന് അതിൻ്റെ തലക്കെട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലാണ്, ഏത് കാലഘട്ടത്തിലാണ്, ഏത് പശ്ചാത്തലത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന് വ്യക്തമായിട്ടില്ല എങ്കിലും ശൗലിൻ്റെ പീഡകാലത്താണ് ഈ സങ്കീർത്തനം രചിച്ചതെന്ന് വേദകർത്താക്കൾ അഭിപ്രായപ്പെടുന്നു. ഇതൊരു പ്രാർത്ഥനാ സങ്കീർത്തനമായിട്ടാണ് നമുക്ക് ഈ സങ്കീർത്തനത്തെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. സങ്കീർത്തനം ഉടനീളം നമ്മൾ പഠിക്കുമ്പോൾ 5 സങ്കീർത്തനങ്ങൾ പ്രാർത്ഥനാ സങ്കീർത്തനമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സങ്കീർത്തനം 17, 90, 102, 142 ഈ സങ്കീർത്തനം ഉൾപ്പെടെ 86-ാം സങ്കീർത്തനം ഉൾപ്പെടെയുള്ള 5 സങ്കീർത്തനങ്ങൾ പ്രയർ സാംസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. 90-ാം സങ്കീർത്തനം മോശയുടെ പ്രാർത്ഥനയാണ്. മോശയുടെ പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ആ പ്രാർത്ഥന വളരെ നന്നായി അറിയാവുന്നതാണ്. 86-ാം സങ്കീർത്തനവും 17-ാം സങ്കീർത്തനവും എല്ലാം ദാവീദിന്റെ പ്രാർത്ഥനയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 17-ാം സങ്കീർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രാർത്ഥനയാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ 86-ാമത്തെ സങ്കീർത്തനത്തിൽ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഈ പ്രാർത്ഥനയെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, മോശയുടെ പ്രാർത്ഥനയും ദാവീദിന്റെ പ്രാർത്ഥനയും നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലും പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് കേട്ട് മറുപടി നൽകി തരുന്നൊരു ദൈവവും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഇന്ന് തുടങ്ങിയതല്ല. കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം എവിടെയൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരെ എൻ്റെ ദൈവം തെരഞ്ഞെടുക്കുകയും തന്മൂലം അപേക്ഷകൾ സ്വീകരിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ചരിത്രങ്ങളിലും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇന്നും ആ ദൈവം നമ്മുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം ആ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ 17-ാം സങ്കീർത്തനം നമ്മൾ വിട്ടേച്ച് 86-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. 87-ാം സങ്കീർത്തനത്തെ കുറിച്ച് വേദ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഇതൊരു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിട്ടാണ്. ദാവീദിന്റെ പ്രാർത്ഥനയേക്കാൾ അപ്പുറത്തായിട്ട് ക്രിസ്തുവിന്റെ നിഴലായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ദാവീദിന്റെ നിഴലായി നിന്നുകൊണ്ട് ക്രിസ്തു പ്രാർത്ഥിക്കുന്നതായിട്ട്. എന്നാൽ അവസാനത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ദാസൻ എന്നുള്ളൊരു പദമുണ്ട്. അപ്പൊ ദാസൻ, ദൈവത്തിന്റെ പുത്രനാകുന്ന ക്രിസ്തു തന്റെ ജനത്തിന് വേണ്ടി ഇടവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദാസൻ എന്ന നിലയിൽ, ശിരസ് എന്ന നിലയിൽ, പുരോഹിതൻ എന്ന നിലയിൽ കർത്താവ് സഭയ്ക്ക് വേണ്ടി എങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത് അതുപോലെയാണ് ദാവീദ് ഈ അധ്യായത്തിൽ, ഈ സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനത്തെ മൊത്തമായി 4, 5, 6 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. അതിനകത്ത് 4 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഘട്ടങ്ങളാണെങ്കിൽ മറ്റ് ഘട്ടങ്ങളിലെല്ലാം പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ ഡിക്ലറേഷനാണ്. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 1-ാം ഘട്ട പ്രാർത്ഥനയായിട്ട് കാണാം. 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ 2-ാം ഘട്ട പ്രാർത്ഥനയായിട്ട് കാണാം. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ 3-ാം ഘട്ട പ്രാർത്ഥനയായിട്ട് കാണാം. 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ 4-ാം ഘട്ട പ്രാർത്ഥനയായിട്ട് കാണാം. എന്നാൽ എല്ലാ പ്രാർത്ഥനയുടെയും ഇടയിൽ ഒരു പ്രസ്താവന ദാവീദ് പറയുന്നുണ്ട്. 5-ാം വാക്യത്തിൽ ഒരു പ്രസ്താവനയുണ്ട്, 8 മുതൽ 10-ാം വാക്യത്തിൽ ഒരു പ്രസ്താവനയുണ്ട്, 15-ാം വാക്യത്തിൽ ഒരു പ്രസ്താവനയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് പ്രാർത്ഥനയുടെ മധ്യത്തിലും നമ്മൾ ചിലതൊക്കെ വിളിച്ചു പറയണം. നമ്മുടെ ദൈവം ആരാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. നമ്മുടെ വേദനകളുടെ നടുവിൽ, നമ്മുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ പ്രാർത്ഥന 1, 2, 3 എന്ന് പറയുന്നതിനിടയ്ക്ക് എൻ്റെ ദൈവം ഒരുവനേ ഉള്ളൂ, ആ ദൈവത്തെ ഞാൻ സേവിക്കുന്നതെന്ന് ഇടയ്ക്കൊക്കെ പ്രാർത്ഥനയുടെ മധ്യത്തിൽ പറയാൻ ഒരാൾ തയ്യാറാകുന്നെങ്കിൽ അവനെ ഉപയോഗിക്കുന്ന ഒരു സ്വർഗം ഇന്നും ജീവിച്ചിരിക്കുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന പൈതലിനു വേണ്ടി, പ്രാർത്ഥിക്കുന്ന ഭക്തന് വേണ്ടി പ്രാർത്ഥന വാചകത്തിന്റെ മധ്യത്തിൽ ചിലതൊക്കെ വിളിച്ചു പറയുമ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം ചായിച്ച് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഇന്ന് പകല കരങ്ങളെ ചേർത്തടിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ ആരാധിക്കാൻ കടന്നു വന്ന ദൈവജനമേ, പാട്ടുപാടുന്നതിന് മുമ്പേ ഈ ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്തു തുടങ്ങിയാട്ടെ. Holy Jesus, we love your holy name, Father. Thank you, Holy Spirit. Thank you, Holy Spirit. അപ്പൊ ദാസൻ എന്ന നിലയിൽ 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ ദാസന് നിന്റെ ശക്തി തന്ന് നിന്റെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ. അപ്പൊ ദാസൻ എന്ന നിലയിൽ അഭിമാനം കൊള്ളുന്ന ഒരു ദാവീദ്. ദാസൻ എന്ന് പറയുന്നത് ഒരു അപമാനമല്ല, മറിച്ച് അതൊരു അഭിമാനമാണ്. ദൈവത്തിന്റെ ഭൃത്യൻ എന്ന് പറയുന്നത് സ്കൂളിൽ പോയാലും കോളേജിൽ പോയാലും
അത് മറയില്ലാതെ പറയുന്നത് ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനമാണ്. ഓർപ്പിക്കണം ദൈവത്തെ, ഞാൻ ദൈവത്തിന്റെ ദാസനാ, കാരണം ഈ ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ വസിച്ചാൽ അഭിമാനത്തോടെ പറയണം, ചങ്കൂറ്റത്തോടെ പറയണം, തുറന്നു പറയണം, ഞാൻ അങ്ങയുടെ ദാസനായതുകൊണ്ട് എൻ്റെ ദൈവമേ അങ്ങനെ വിടുവിക്കണമേ. ഇന്ന് പകലിൽ ജനം പറയാൻ തയ്യാറാകട്ടെ, ഞാൻ അങ്ങയുടെ ദാസനാ, ഐ ആം യുവർ സെർവന്റ്, ഞാൻ അങ്ങയുടെ ദാസനാ, ഞാൻ അങ്ങയുടെ പാദപീഠത്തെങ്കിലായിരിക്കുക. എന്താ അതിന്റെ അടുത്ത അടയാളം എന്ന് പറയുന്നത്? ദാസനായിരിക്കുന്ന ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന സ്വർഗത്തിൽ ദൈവമഹിമയോടെ വസിച്ച ദൈവം ദാസരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് പിതാവിനോട് സംസാരിക്കുന്നതുകൊണ്ട് അത്രേ ഈ അധ്യായം ക്രിസ്തുവിന് നിഴലായി മാറുന്നത്. അപ്പൊ 86 സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണെന്ന് പറയുമ്പോ തന്നെ ക്രിസ്തു ദാസനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട്, ക്രിസ്തു നമ്മുടെ റോൾ മോഡൽ ആയതുകൊണ്ട്, നമ്മൾ ഓരോരുത്തരും ഇവിടെ കടന്നു വന്നിരിക്കുന്ന IPC പ്രയർ സെന്ററിലെ വിശ്വാസികളും യൂട്യൂബിലൂടെ ഞങ്ങൾ കാണുന്ന പ്രിയപ്പെട്ടവരും നമ്മൾ എല്ലാവരും ദാസന്മാരായതുകൊണ്ട്, ഇന്ന് പകലിൽ എന്റെ ക്രിസ്തു ദാസനായതുകൊണ്ട് ഞാൻ ഈ ദൈവത്തെ സേവിക്കുന്നു പറയാൻ ഇന്ന് പകലിൽ അഭിമാനം പ്രാപിച്ച ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവസാന വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആ വാക്യത്തിൽ നിന്ന് ഒരു കാര്യം മാത്രം ഞാൻ പറയാം. 17 വാക്യം ഇങ്ങനെ പറയുന്നു, എന്നെ പകയ്ക്കുന്നവർ, ദാസന്റെ പ്രാർത്ഥന നമ്മൾ കേട്ടു 16 വാക്യത്തിൽ. 17 വാക്യത്തിൽ ഇങ്ങനെ പറയാ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന്. ചേർന്നൊന്ന് പറഞ്ഞേ, എന്നെ പകയ്ക്കുന്നവർ, മക്കളെല്ലാം ഇങ്ങോട്ട് നോക്കിയേ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ഒരു അടയാളം എനിക്ക് തരണം. അപ്പൊ എന്നെ കണ്ട് പകയ്ക്കുന്നവർ ലജ്ജിക്കാൻ ഒരടയാളം എനിക്ക് വേണം. എനിക്കൊരു അടയാളം വേണമെന്ന്. എത്ര നാളായി ഇങ്ങനെ പീഡ അനുഭവിക്കുന്നു, എത്ര നാളായി ഞാൻ വേദന അനുഭവിക്കുന്നു. ഞാൻ മിണ്ടാതിരിക്കും തോറും എന്നെ വീണ്ടും വീണ്ടും കുത്തി നോവിക്കുകയല്ലേ, എന്നെ ലജ്ജിപ്പിക്കുകയല്ലേ. എനിക്കൊരു മറുപടി വേണം. ആര് പ്രാർത്ഥിക്കും ഇന്ന് പകലിൽ? ലജ്ജിപ്പിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവേ അങ്ങനെക്കൊരു അടയാളം തരണമേ. ചോദിക്കണം കേട്ടോ, അടയാളം ചോദിക്കണം. ഇന്ന് പകലിൽ ഇതുവരെയും ചോദിച്ചിട്ടില്ലെങ്കിൽ അടയാളം ചോദിക്കുന്ന പകലായി മാറട്ടെ. എന്താ അടയാളത്തിന്റെ പ്രൂഫ്? ക്രിസ്തുവിന്റെ പ്രാർത്ഥനയായിട്ടല്ലേ നമ്മൾ ഇതിനെ പഠിക്കുന്നത്. എന്താ അടയാളത്തിന്റെ പ്രൂഫ്? ക്രിസ്തു ക്രൂശിലോളം ലജ്ജ അനുഭവിച്ചു. ക്രൂശിച്ചപ്പം ആൾക്കാർ പറഞ്ഞു കഥ ഇവിടെ കൊണ്ട് തീർന്നെന്ന്. പക്ഷെ തീർന്നിട്ടില്ല. ഒരു പുനരുത്ഥാനം ഒരു അടയാളമാക്കി ദൈവം ബാക്കി വെച്ചിരിക്കുക. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ വിളിച്ചു പറയാം, നമുക്കൊരു പുനരുത്ഥാനം ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്, ഒരു അടയാളം ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നീ മരിച്ചെന്ന്, നീ തീർന്നെന്ന്, നീ ഇല്ലാതായെന്ന്, നിന്റെ രോഗം കൊണ്ട്, നിന്റെ കടം കൊണ്ട്, നിന്റെ തലമുറയുടെ വിഷയം കൊണ്ട്, പഠന വൈകല്യം കൊണ്ട്, എന്തുമാകട്ടെ, let people say that you are finished, but my God is saying you are not just finished, you are going to start your life. Yes, വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് കരങ്ങളൊക്കെയാണ് അടിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇത് അവസാനമല്ല, ഇത് ആരംഭമാ. ഞാൻ അങ്ങനെ പറഞ്ഞു തീർക്കാം, അങ്ങനെ പറയാൻ തീർക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ ശൗൽ അവസാനമായെന്ന് തീരുമാനിച്ചാൽ, ഇല്ല ശൗലേ, നീ അല്ല ദാവീദിനെ തെരഞ്ഞെടുത്തത്. കാട്ടിൽ നിന്ന് നാട്ടിക്കൊണ്ട് അഭിഷേകം ചെയ്തൊരു ദൈവമുണ്ടെങ്കിൽ, അവനെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ടെങ്കിൽ, അവനെ ഉപയോഗിക്കാൻ ഈ ദൈവം ശക്തനായ ദൈവമായതുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകലിൽ? എത്ര പേർക്ക് ആനന്ദമുണ്ട് ഇന്ന് പകലിൽ? എന്റെ സന്തോഷത്തെ, എന്റെ ആനന്ദത്തെ കവർന്നെടുക്കുവാൻ ഒരു സാഹചര്യത്തിനും കഴിയത്തില്ല പ്രിയരെ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. നമ്മുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നമ്മുടെ പ്രതികൂലങ്ങൾ എന്തുമാകട്ടെ, അതിന്റെ മധ്യത്തിൽ എന്റെ പ്രാർത്ഥന ഷാർപ്പാകട്ടെ. ഞാൻ ചിലതൊക്കെ ദൈവത്തോട് ഡിക്ലെയർ ചെയ്യട്ടെ, എന്റെ പ്രസ്താവനകൾ സ്വർഗം കേൾക്കട്ടെ. അങ്ങനെയെങ്കിൽ ശത്രുക്കൾ എന്നെ ലജ്ജിപ്പിക്കുമാറ് അവർ സന്തോഷം കണ്ടെത്തുമ്പം അവരുടെ നടുവിൽ ഒരു പുനരുത്ഥാനം എനിക്ക് വേണ്ടി ബാക്കി വെച്ച് എന്നെ അത്ഭുതമാക്കി മാറ്റാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്.